നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പ്രഹ്ലാദ ചരിതമെന്ന 24-ാമത്തെ ദശകത്തിലെ 10-ാമത്തെ ശ്ലോകം, അന്തിമ ശ്ലോകം. ഒരു ദശകം എന്നാൽ 10 ശ്ലോകങ്ങളുടെ സമാഹാരമാകുന്നു. അതിനാൽ 10-ാമത്തെ അന്തിമ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മ സ്തംഭം ചലിതകരവാളോ ദിതിസുതഃ അധഃ പശ്ചാദ്വിഷ്ണോ നഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അരേ ക്വ അസൗ ക്വ അസൗ സകല ജഗദാത്മാ ഹരിഹി ഇതി പ്രഭിന്ദേ സ്മ സ്തംഭം ചരിതകരവാളഃ ദിതിസുതഃ അധഃ പശ്ചാത് വിഷ്ണോ ന ഹി വദിതും ഈശഃ അസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയ മാം. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ചകിതകരവാളഃ ദിതിസുതഃ അരേ അസൗ ക്വ സകല ജഗദാത്മാ ഹരിഹി ഇതി അസൗ ക്വ ഇതി സ്തംഭം പ്രഭിന്ദേ സ്മ ഭോ വിഷ്ണോ അധഃ പശ്ചാത് സഹസാ വദിതും അഹം ന ഈശഃ അസ്മി. ഹേ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മാം മൃഡയ. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. തനിക്ക് ബലം വൈകുണ്ഠനാഥനായ മഹാവിഷ്ണുവാണ്, അങ്ങേക്കും 3 ലോകത്തിനും ബലം മഹാവിഷ്ണുവാണ് എന്ന് ധീരമായി പ്രഹ്ലാദൻ പറഞ്ഞപ്പോൾ ആക്രോശിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ആയുധമായ വാള് ചുഴറ്റിക്കൊണ്ട്, എടാ സകല ജഗന്മയനായ ആ വിഷ്ണു എവിടെ, അവൻ എവിടെ എന്ന് അലറിക്കൊണ്ട് തൂണിൽ പിളരുമാറ് ഇടിച്ചു. അല്ലയോ സർവവ്യാപിയായ ഭഗവൻ, അതിനുശേഷമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുവാൻ അടിയന് ശക്തിയില്ല. അല്ലയോ കൃപാലുവും ദയാപരനുമായ ഗുരുവായൂരപ്പ, അടിയന് സന്തോഷം നൽകണമേ എന്ന് പ്രസ്തുത ശ്ലോകത്തിൻ്റെ ആശയം. നമസ്തേ.